പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീജിത് ബാബു സംവിധാനം ചെയ്ത് നമ്മുടെ ജിത്തു മാധവൻ റൈറ്റർ, ഇവിടെ രോമാഞ്ചവും ആവേശമൊക്കെ ചെയ്തിട്ടുള്ള ജിത്തു മാധവൻ എഴുതിയ പൈങ്കിൾ എന്ന പടം കണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ശോഭാ സിറ്റി എന്നാണ് പടം കാണുന്നത്. തൃശ്ശൂർ ഹൗസ്ഫുള്ളായിരുന്നു പടം. 2 ദിവസം ലൈറ്റായി, വേറെ 2 പടങ്ങളുണ്ടായിരുന്നു, അത് 2 ദിവസമായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് പടത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. എനിക്ക് ആ കൂടി പടത്തിൽ കയറാനുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടിയത് ഉണ്ണി വ്ളോഗ്സിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പടം ഒരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു ഏവറേജ് അബവ് സ്ഥാനമുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഈ പടം കിട്ടണമെന്നില്ല, അത് ആദ്യം തന്നെ പറയാം. ഇതൊരു കാരിക്കൾച്ചർ കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് ക്യാരക്ടറുകളൊക്കെ റഫറൻസ് കൊടുത്തിട്ട് കൊണ്ടുവന്നുള്ളൊരു പടം. നമ്മുടെ സമൂഹത്തിൽ സജിൻ ഗോപി ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് സജിൻ ഗോപി ചേട്ടൻ്റെ ക്യാരക്ടർ സുഗു 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 ചേട്ടൻ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ. വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നന്മയുള്ള നല്ല മനുഷ്യൻ, സ്വന്തം കാര്യം നോക്കി നല്ല കൂട്ടുകാരന്മാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയെ പോലെ അപമാനിക്കപ്പെടാത്ത രീതിയിൽ നടക്കുന്ന, ഒരുപാട് അബദ്ധങ്ങളിൽ പോയി പെടുന്ന ഒരുപാട് സുഖു ചേട്ടന്മാരെ നമുക്ക് കാണാൻ പറ്റും. പല രീതിയിലേട്ടാ, പല കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഇപ്പം ഇവിടെയുള്ള സിറ്റുവേഷൻ ആവില്ല, പലർക്കും പല കാര്യങ്ങൾ നമ്മൾ നാട്ടുമ്പുറത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി കഴിഞ്ഞ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പാവം ക്യാരക്ടറാണ്. കൂട്ടുകാരൻ്റെ കാര്യത്തിൽ പോയിട്ട് പെടുന്നതിനിടയിൽ ഉണ്ടാകുന്ന 2 ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത്. നമ്മൾ കൊണ്ടുപോകത്തൊരു സബ്ജക്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ അതിമനോഹരമായിട്ടാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിരസം എന്ന് വെച്ചാൽ അതിരസമാണ്. നല്ല രസം പിടിച്ച കോമഡികൾ, തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കോമഡികളൊന്നുമല്ല, നല്ല സിറ്റുവേഷൻ കോമഡികൾ. അത് ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്, ഫാമിലിയിൽ നിന്ന് വരുന്നുണ്ട്, ഏജ്ഡ് ആളുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഈ സജിൻ ഗോപു എന്നൊരു വ്യക്തി അവിടെ നിറഞ്ഞാടുന്ന ഒരു സംഭവമാണ് അവിടെ കാണിച്ച്. ഈ പല സീനുകളിൽ കലാഭവൻ ചേട്ടൻ ഓർമ്മ വന്നിട്ടാണ്. പല സീനുകൾ എനിക്ക് ഭയങ്കര കുറേ ഭാഗങ്ങൾക്ക് കണക്ട് ആയി. പ്രത്യേകിച്ച് ആൾ ഒരു ഇഞ്ചി ചെയ്ത് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു പ്രപ്പോസിങ് സീനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, മണിച്ചേട്ടനെ പകരക്കാരെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു കുറേ ഭാഗങ്ങളിൽ എനിക്ക് ഭയങ്കര കണക്റ്റായി. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ്, ഇവരെ ആളുടെ വീട്ടിലേക്ക് പറയുമ്പോൾ ശരി, അബു സലീമിൻ്റെ ക്യാരക്ടർ, അബു സലീമിൻ്റെ ഒരു ഭാഗമുണ്ട്, മുണ്ടൂരി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അയ്യോ, ആ ഭാഗം ഉണ്ടല്ലോ, ഞാനത് ചിരിച്ചിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സീനാണത്. ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ ആളുടെ അമ്മയുടെ റോൾ ചെയ്ത ക്യാരക്ടർ. പക്ഷേ എനിക്ക് ആ പേര് കറക്റ്റ് അറിയില്ല, നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സജിൻ ഗോപിൻ്റെ അമ്മേരെ ചെയ്ത് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ റിയാസ് ഖാൻ വരുന്നുണ്ട്. റിയാസ് കുറച്ച് സമയമുള്ളത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാമുകനും പലിശക്കാരനൊക്കെയാണ് റോളാണ് വരുന്നത്. ദീപുജി പണിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനശ്വര അച്ഛനായിട്ട് വരുന്നൊരു ക്യാരക്ടർ. അനശ്വരരാജൻ നമുക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ആൾ തന്നിട്ട്, പ്രത്യേകിച്ച് രേഖാചിത്രം, നേരി പോലെ പടങ്ങളിലൊക്കെ ആൾ കോമഡി കാര്യങ്ങളൊന്നും ആൾക്ക് അത്ര വഴങ്ങില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്കൊരു പറ്റാത്തൊരു സംഭവമാണ്. എല്ലാവരും കോമഡി വഴങ്ങണമെന്നൊന്നുമില്ല, അതൊരു പ്രത്യേകതയാണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് ഭാവിയിലേക്ക് വരും എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എവിടെയൊക്കെ എനിക്കൊരു ചെറിയൊരു ഫീൽ തോന്നി. എന്നാലും മോശമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി ഒന്ന് വെറുതെ വന്നു പോകുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുപോലെ ചന്തു സലികുമാർ, ആൾ കുറച്ച് സമയമുള്ള ആളൊരു കൂട്ടുകാരനാണ്. പക്ഷേ റോഷൻ ഷാനവാസ്, രോമാഞ്ചം, ഇവർ രണ്ടുപേരും ഫുൾ ടൈം ഒരു ഒപ്പമുണ്ട്. കൂട്ടത്തിലുള്ള റോഷൻ ഷാനവാസാണ്. ഇവർ തമ്മിലുള്ള കോമഡി സീനുകളൊക്കെ വളരെ രസമാണ്. ഞാൻ കുറേ ചിരിച്ച്, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു കോയമ്പത്തൂർ ട്രിപ്പ് പോകുന്നുണ്ട് ഇവർ, റോഷൻ ഷാനവാസായിട്ടും സജിൻ ഗോപി കോയമ്പത്തൂർ ട്രിപ്പ് പോകുന്നുണ്ട്. അതിലുള്ള കുറച്ച് സീനുകളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിരിച്ചു ഞാൻ. ജിസ്മ വിമൻ എടുത്തു പറയണം, ആളെ നമുക്കറിയാം, യൂട്യൂബർ എന്ന രീതിയിൽ അറിയാം, ആൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടുള്ള ആളുകൾക്ക് അറിയാം. സൂപ്പറായിട്ട് ഈ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപുമായിട്ടുള്ള കുറേ സീനുകളുണ്ട്. അത് ഒരു പ്രണയം ഉള്ളൊരു ഫീല്, ഇഷ്ടം ചിലർക്ക് പല ആളുകൾക്കും ഒരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനൊരു മനസ്സിലാർക്കും ഉണ്ടാവും. ചിലങ്ങനെ മനസ്സിൽ വെച്ചിരിക്കും. അവരിഷ്ടം പലപ്പോഴും ഷെയർ ചെയ്തിട്ട് തിരിച്ച് കിട്ടുന്നില്ല. എന്നാലും ആള് ഒരു ആറ്റിറ്റ്യൂഡ്, ഇമോഷനും ചിരിയും കാര്യങ്ങളൊക്കെ വന്നൊരു രസം പിടിച്ചൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആള് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വരുന്നൊരു ആക്ട്രസ്സാണ്. നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും. നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. പിന്നെ സജിൻ ഗോപുവിനെ നമുക്ക് കിട്ടിയ മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു അസറ്റ് തന്നെ പറയാം കേട്ടോ. ആൾ അടുത്ത ലെവലിൽ വരുന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിരിച്ച്, കുറേ ചിന്തിച്ച്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓവറാണ് ഈ പടത്തിൽ. പക്ഷേ ഈ പടത്തിൽ കുറച്ച് ഓവറൊക്കെ ആക്കിയാലാണ് ഇത് രസമുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂക്ക, ജഗദീഷ് അങ്ങനെ പല റെഫറൻസുകളൊക്കെ ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ഒരു നടക്കുന്ന സീനുണ്ട് ലാലായിട്ട് ക്ലൈമാക്സിൽ, ഇങ്ങനെ അയ്യോ ചിരിച്ച് മൊട്ട് കുറേ സാധനങ്ങൾ ഈ പടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് ചിന്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്.
ഇതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പല ആളുകളിൽ ഭ്രാന്തുണ്ടോ അയാൾ ഭയങ്കര ജെന്യുവിൻ ക്യാരക്ടറാണ്, പക്ഷെ അയാളുടെ മാനസിക സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥയും ഒരു ജെന്യുവിനായ ഒരു വ്യക്തിക്കാണെങ്കിൽ അയാൾ എങ്ങനെ ഉണ്ടായിരിക്കും? അയാളുടെ ഉള്ളിൽ ഭയങ്കരമാണ്. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഭാഗത്ത് അമ്മേൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അയാൾ ഇപ്പോഴൊരു അവരുടെ ഉള്ളിലൊക്കെ ചെറിയ കുഞ്ഞാണ്. ആ രീതിയിലുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ കുറെ സംഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്കത് പോകുന്നില്ല. ഒരുപാട് സ്പോയിലർ കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കത് പോകുന്നില്ല. ശരിക്കൊരു കുറച്ചൊക്കെ ചിന്തിച്ച് ചിരിക്കാനുള്ള ഒരു ചെറിയ മൂവിയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഒരു ആവറേജ് അബോ എക്സ്പീരിയൻസ് എനിക്ക് കൊടുത്ത പൈസക്കുള്ള വാല്യൂ എനിക്ക് കിട്ടിയ വെറുതെ എനിക്ക് കിട്ടി. ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോയത്, എനിക്ക് കിട്ടി. ഒരു പക്ഷേ എല്ലാവർക്കും ഇതാവില്ല. ഇന്നിപ്പോൾ തിയേറ്ററിൽ പല പല ആളുകളുണ്ട്, പല പല കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേര് ചിരിക്കുന്നുണ്ട്, കുറേ പേര് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില ഫാമിലി കുറേ പേര് ചിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു കൈയടിക്കുന്നുണ്ട്. ചില പേർക്ക് ഇത് ഇതൊക്കെ പറഞ്ഞ് തല ചൊറിയുന്ന ആളുകളുണ്ടായിരുന്നു. പലർക്കും പല ഫീലായിരിക്കും. ഈ ചായ എല്ലാവർക്കും ഇത് കുറച്ച് കടുപ്പവും മധുരമൊക്കെ കുറച്ച് കൂടുതലും കുറവൊക്കെ ഉള്ള രീതിയിലാണിത്. അപ്പോൾ നിങ്ങൾ പോയി കാണി. ഈ ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പോയി കാണാൻ ഇഷ്ടപ്പെടാം. ഇപ്പോൾ ഈ ആഴ്ച കണ്ട 3 മൂവിയിലേക്ക് ഒരു ആവറേജ് അബോ എക്സ്പീരിയൻസ് ആണ് 3 മൂവി ഫീൽ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.